മലപ്പുറത്തെ പാങ് ഗ്രാമത്തിന് ആ വിനോദയാത്ര ഒരു നൊമ്പരമായി മാറിയിരിക്കുകയാണ്. വേനലവധിയുടെ സന്തോഷം പങ്കുവയ്ക്കാൻ അതിരപ്പള്ളിയിലൂടെ മലക്കപ്പാറ കടന്ന് വാൽപ്പാറയിലേക്ക് തിരിച്ച ആ അധ്യാപക സംഘം ഇത്രയേറെ സങ്കടം ബാക്കി വെച്ച് മടങ്ങുമെന്ന് ഒരിക്കൽ പോലും ആരും കരുതിയിരുന്നില്ല. പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിപ്പിച്ചിരുന്ന പ്രിയപ്പെട്ട അധ്യാപകർ ഒരു ചിത്രമായി മാത്രം അവശേഷിക്കുമ്പോൾ ആ വണ്ടിയിലിരുന്ന് മരിക്കുന്നതിന് തൊട്ടു മുൻപ് ആശ ടീച്ചർ പാടിയ ഗാനം ഒരു ഗന്ധമായി അലയടിക്കുകയാണ്. പാങ് സ്കൂളിലെ 1ാം ക്ലാസ്സുകാരനായ അജുവിൻ്റെ അമ്മയാണ് ആശ ടീച്ചർ. സാധാരണയായി എല്ലാ യാത്രകളിലും മകൻ അജുവിനെ കൂടെ കൂട്ടാറുള്ള ടീച്ചർ എന്തിനോ വേണ്ടി ഈ യാത്രയിൽ മാത്രം അവനെ വീട്ടിലാക്കിയിരുന്നു. അമ്മയുടെ കൈപിടിച്ച് വാൽപ്പാറയിലെ ഹെയർപിൻ വളവുകൾ കാണാൻ അവൻ പോയിരുന്നില്ല എന്ന ആശ്വാസം നിലനിൽക്കുമ്പോഴും ഇനി തനിക്ക് അക്ഷരം പറഞ്ഞു തരാൻ അമ്മയില്ല എന്ന തിരിച്ചറിവ് ആ കുഞ്ഞിനെയും അനാഥനാക്കുന്നു. ടീച്ചറുടെ മനോഹരമായ ചിരിയും സ്നേഹവും ഈണവും ഇനി ആ സ്കൂൾ വരാന്തകളിൽ കാണാൻ കഴിയില്ല. ദുരന്തം കവർന്നെടുക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ആ യാത്രാ വാഹനത്തിലിരുന്ന ടീച്ചർ പാടിയ വരികൾ ഇപ്പോൾ എല്ലാവരെയും വേദനിപ്പിക്കുന്നു. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ എന്ന് തുടങ്ങുന്ന ആ പാട്ടിൽ നമ്മൾ നെയ്യും വസന്തം മായരുതെങ്ങും എന്ന വരികൾ പാടി അവസാനിക്കുമ്പോഴേക്കും വിധി ആ വസന്തത്തെ തല്ലിക്കെടുത്തിയിരുന്നു. ഒരു വസന്തകാലത്തിന്റെ മുഴുവൻ കുളിർമയുമായി പാടിയ ആ ഈണം ടീച്ചറുടെ അവസാന ഗാനമായി മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. വാൽപ്പാറയിൽ 13ാം ഹെയർപിൻ വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായ ആ ട്രാവലർ അഗാധമായ താഴ്ചയിലേക്ക് മറിയുകയും 9ാം വളവിലേക്ക് പതിക്കുകയുമായിരുന്നു. അധ്യാപകരും ജീവനക്കാരും പാചകത്തൊഴിലാളികളും അടങ്ങിയ ആ സംഘത്തിന്റെ ആഹ്ലാദര അരവങ്ങൾ നിമിഷനേരം കൊണ്ട് നിലവിളികൾക്ക് വഴിമാറി. വാഹനം പൂർണ്ണമായും തകർന്നുപോയ ആ അപകടത്തിൽ 8 പേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. സ്നേഹത്തിന്റെ ഈണം ചിതറിത്തെറിച്ച ആ വളവിൽ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും ഹോമിക്കപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് ആ സ്കൂൾ തന്നെ അനാഥമായ അവസ്ഥയിലാണ്. 9 കുടുംബങ്ങൾക്കൊപ്പം പാങ് GLP സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും പ്രിയപ്പെട്ടവരാണ് നഷ്ടപ്പെട്ടത്. 10 അധ്യാപകരുടായിരുന്ന ആ കൊച്ചു വിദ്യാലയത്തിൽ ഇനി അവശേഷിക്കുന്നത് 3 അധ്യാപകരും ഒരു പിയൂണും മാത്രം. വളവുകളിൽ ഹോൺ മുഴക്കുന്നതും റോഡ് അടയാളങ്ങൾ കൃത്യമായി പാലിക്കുന്നതും അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. വളവുകളിൽ വാഹനം പാർക്ക് ചെയ്യുന്നതും ഓവർടേക്ക് ചെയ്യുന്നതും ആത്മഹത്യാപരമാണ്. ഇത്തരം ഇടുങ്ങിയ പാതകളിൽ കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകാൻ ഇറക്കം വരുന്നവർ ശ്രദ്ധിക്കണം. രാത്രികാലങ്ങളിൽ അപരിചിതമായ വഴികളിലൂടെ ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിച്ച് യാത്ര ചെയ്യുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും. കനത്ത മഴയോ കോടമഞ്ഞോ ഉണ്ടെങ്കിൽ വാഹനം സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റി നിർത്തി കാഴ്ച വ്യക്തമായ ശേഷം മാത്രം യാത്ര തുടരുക. യാത്ര തുടങ്ങുന്നതിന് മുൻപ് ടയറുകൾ, ബ്രേക്ക്, വൈപ്പർ എന്നിവയുടെ കണ്ടീഷൻ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡ്രൈവർക്ക് വിശ്രമം ആവശ്യമാണെന്ന് തോന്നിയാൽ നിർബന്ധമായും വിശ്രമിക്കണം. ഒരു നിമിഷത്തെ അശ്രദ്ധയോ ഉറക്കച്ചടവോ ഒരുപക്ഷെ അനേകം കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ കവർന്നെടുക്കുന്ന കണ്ണീരായി മാറിയേക്കാം. വാൽപ്പാറയിലെ ആ ചുരംപാത നൽകുന്ന പാഠം ഉൾക്കൊണ്ട് ജാഗ്രതയോടെ വാഹനം ഓടിച്ചാൽ മാത്രമേ യാത്ര തുടങ്ങുമ്പോഴുള്ള സന്തോഷം മടങ്ങുമ്പോഴും നിലനിർത്താൻ കഴിയൂവെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുകയാണ്. അവധിക്കാലമാണ്. ഹൈറേഞ്ചുകളിലേക്ക് വിനോദസഞ്ചാരികൾ ഒഴുകി വരുന്ന സമയം. ഹൈറേഞ്ചുകളിൽ അപകടങ്ങൾ കൂടുകയാണ്. നിങ്ങൾ ഗട്ട് റോഡുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സർക്കാർ ഉത്തരവ് പ്രകാരം കേരളത്തിൽ 45 ഘട്ട് റോഡുകൾ, അതായത് മലമ്പാതകളാണ് ഉള്ളത്. എങ്കിലും ഈ പാതയുടെ സ്വഭാവ സാദൃശ്യമുള്ള ചെറുതും വലുതുമായ സാധാരണ റോഡുകൾ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ കിഴക്കൻ ജില്ലകളിലുണ്ട്. കാലാവസ്ഥയും ഭൂപ്രകൃതിയും കനിഞ്ഞനുഗ്രഹിച്ച മഞ്ഞും തണുപ്പും കോടയും സഞ്ചാരികളെ ഈ ജില്ലകളിലേക്ക് എക്കാലവും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും എത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ അവർക്ക് പരിചിതമല്ലാത്ത ഈ റോഡുകൾ നിരന്തരം അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിൽ ആദ്യമായി ഈ റോഡുകളിൽ എത്തുന്ന ഡ്രൈവർമാരാണ് കൂടുതലും അപകടം സൃഷ്ടിക്കുന്നത്. നഗരങ്ങളിലെയും നിരന്ന പ്രദേശങ്ങളിലെ റോഡുകളിൽ വാഹനം ഓടിച്ച് ശീലിച്ചവർ അതേ ശൈലിയിൽ മലമ്പാതകളിലും ഓടിക്കുന്നതാണ് അപകടങ്ങളുടെ പ്രധാന കാരണമായി കാണപ്പെടുന്നത്. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും തീവ്രത ഏറിയ വളവും ഉള്ള റോഡുകളിൽ സൈറ്റ് ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കുമെന്ന വസ്തുത അവർ മനസ്സിലാക്കാതെ പോകുന്നു. ഡ്രൈവർ മുന്നിലെ റോഡ് കാണുന്ന ദൂരമെന്നോ ദൂരക്കാഴ്ച എന്നൊക്കെയാണ് ഈ സൈറ്റ് ഡിസ്റ്റൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈറ്റ് ഡിസ്റ്റൻസ് കുറഞ്ഞ റോഡുകൾ, പ്രത്യേകിച്ച് ഡ്രൈവർക്ക് പരിചയമില്ലാത്തതാണെങ്കിൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. ഹിൽ സ്റ്റേഷൻ റോഡുകളിൽ ഈ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും.
സൈറ്റ് ഡിസ്റ്റൻസ് കുറഞ്ഞ റോഡിൽ ഡ്രൈവർക്ക് മുന്നിലെ വളവിന്റെയോ ഇറക്കത്തിന്റെയോ തീവ്രത അറിയാൻ കഴിയില്ല. എതിർവശത്തു നിന്നും വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയില്ല. മുന്നിലെ തടസ്സങ്ങളെ മുൻകൂട്ടി അറിയാൻ കഴിയില്ല. ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ളപ്പോൾ ഡ്രൈവർ എന്തു ചെയ്യണം? മുന്നിലൊരു അപകടം ഉണ്ടാകാമെന്ന മുൻവിധിയോടെ തന്നെ ശരിയായ ഗിയറിൽ, അതായത് ഇറക്കത്തിലും കയറ്റത്തിലും ഗിയർ ഡൗൺ ചെയ്ത് വേഗത കുറച്ച് അതീവ ശ്രദ്ധയോടുകൂടി മാത്രം വാഹനം ഓടിക്കുക. ഗിയർ ഡൗൺ ചെയ്യാതെ തുടർച്ചയായി ബ്രേക്ക് അമർത്തി വേഗത കുറച്ച് ഇറക്കമിറങ്ങുന്നത് ബ്രേക്കിന്റെ പ്രവർത്തനക്ഷമത കുറയ്ക്കും. തൽഫലമായി ബ്രേക്ക് ഇല്ലാത്ത അവസ്ഥയുണ്ടാക്കും. ആവശ്യമെങ്കിൽ വളവുകളിൽ ഹോൺ മുഴക്കുക. റോഡ് സൈഡ് ശ്രദ്ധിക്കുക. വളവുകളിൽ വാഹനം പാർക്ക് ചെയ്യരുത്. വളവുകളിൽ ഓവർടേക്ക് ചെയ്യരുത്. കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. വാഹനം നിർത്തിയിടുമ്പോഴെല്ലാം പാർക്കിംഗ് ബ്രേക്ക് പ്രവർത്തിപ്പിക്കുക. മഴയുള്ളപ്പോഴും കോടമഞ്ഞ് മൂലം കാഴ്ച തടസ്സപ്പെടുമ്പോഴും വാഹനം സുരക്ഷിതമായി നിർത്തിയിടുക. അപരിചിതമായ വഴികളിലൂടെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ മാത്രം രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാതിരിക്കുക. യാത്ര തുടങ്ങും മുമ്പ് ടയർ, ബ്രേക്ക്, വൈപ്പർ എന്നിവയുടെ കണ്ടീഷൻ ഉറപ്പുവരുത്തുക. ഫസ്റ്റ് എയ്ഡ് കിറ്റ് കൂടെ കരുതുക. പരിചിതമല്ലാത്ത ജലാശയങ്ങൾ ഇറങ്ങി അതിസാഹസികയ്ക്ക് മുതിരാതിരിക്കുക. വിശ്രമം ആവശ്യമെന്ന് തോന്നിയാൽ വിശ്രമിക്കുക തന്നെ വേണം. നിങ്ങളുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ പല കുടുംബങ്ങളുടെയും തീരാ കണ്ണീരായി മാറിയേക്കാം. യാത്ര തുടരുമ്പോഴുള്ള സന്തോഷം യാത്ര തീരും വരെ ഉണ്ടാകണമെങ്കിൽ യാത്രക്കാരും അതുപോലെ ശ്രദ്ധിക്കണം. അനാവശ്യമായി പാട്ടുപാടി ബഹളമുണ്ടാക്കി ശബ്ദമുയർത്തി ആവേശഭരിതമാകുമ്പോൾ ഡ്രൈവറുടെ ഒരു അശ്രദ്ധ മതി ഒരുപക്ഷെ ഇത്തരം വാർത്തകൾ വീണ്ടും ആവർത്തിക്കാൻ. ആഘോഷവും യാത്രകളും എല്ലാം നല്ലതാണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി. പക്ഷേ വിളിച്ചു വരുത്തുന്ന ചില അപകടങ്ങൾ, അത് ഇല്ലാതെ പോകുന്നത് ഒരു വീട്ടിലെ കുടുംബത്തിലെ ഗൃഹനാഥയെയും ഒരമ്മയെയും ഇപ്പോൾ ഒരു സ്കൂളിലെ മുഴുവൻ ടീച്ചർമാരെയും ഒക്കെയാണ്. എന്തായാലും ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.